നമ്മുടെ നാട് മുന്നോട്ട് പോകണം. നമ്മുടെ നാട് നേരത്തെ പറഞ്ഞ രീതിയിൽ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് ഉയരുക, ഇതാണ് നാം അംഗീകരിച്ച കാഴ്ചപ്പാട്. അതിന് ഈ തരത്തിലുള്ള നടപടികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വിഭവശേഷി ഒരു തടസ്സമായി നിൽക്കരുത്. ആ വിഭവശേഷി തടയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കേരളീയർ ഇതിനെ നേരിടും എന്ന വാശിയോടെ കേരളത്തിൻ്റെ ഭാഗമായുള്ള ഓരോരുത്തരും ഇതിലിടപെടാനും ഈ സമീപനം ശരിയായ രീതിയിൽ വിജയിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതായിരിക്കും നാം നൽകുന്ന മറുപടി. കൊല്ലത്ത് വെച്ച് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. എന്താണ് കേരളത്തിൻ്റെ മറുപടി എന്നുള്ളതിന് മുഖ്യമന്ത്രി പറയുകയാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് വിഭവ സമാഹരണം ഒരിക്കലും ഒരു തടസ്സമാകാൻ പാടില്ല. അതിന് വ്യക്തമായ നയം സംസ്ഥാന സർക്കാരിനുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്നെത്തി നിൽക്കുന്ന നിലയുണ്ട്. ഇവിടുന്ന് ഇനിയും മുന്നോട്ട് പോകണം. അതിന് വിഭവ സമാഹരണം വേണം. അപ്പോഴേക്കതാ നമ്മുടെ നാട്ടിൽ എന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം CPIM ചെയ്യാൻ പോവുകയാണ് എന്ന മട്ടിൽ ചില പ്രചരണങ്ങൾ. എന്താണ് പറഞ്ഞത്? എന്താണ് കാഴ്ചപ്പാട്? നാടിൻ്റെ താല്പര്യത്തിന് അനുസൃതമായ, നാടിൻ്റെ താല്പര്യത്തിന് വിഘാതം വരാത്ത ഏത് തരത്തിലുള്ള മൂലധനവും സ്വീകരിക്കുമെന്ന് തന്നെയാണ്, നിക്ഷേപവും സ്വീകരിക്കുമെന്ന് തന്നെയാണ്. ഇത് ഈ ഘട്ടത്തിൽ മാത്രം സ്വീകരിക്കുന്നവരെയല്ല, നമ്മുടെ നാടിൻ്റെ താല്പര്യം ബലി കൊടുക്കാൻ തയ്യാറാവില്ല. താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടേ എടുക്കൂ. നമ്മുടെ താല്പര്യത്തിന് ഹാനികരമായ വ്യവസ്ഥകളോടുകൂടിയ ഒരു നിക്ഷേപവും സ്വീകരിക്കില്ല. അപ്പോൾ അത്തരം നിക്ഷേപങ്ങൾ എല്ലാ തരത്തിലും കേരളത്തിലേക്ക് വരണം എന്നതാണ് ഈ സമ്മേളനം അടിവരയിട്ട് പറയുന്നത്. നേരത്തെ എല്ലാം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം ഇന്നുണ്ട്. നേരത്തെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനത്ര കണ്ട് അനുസൃതമായ ഭൗതിക സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നില്ല. ഇന്ന് കേരളം വലിയ തോതിൽ മാറിയെന്ന് രാജ്യം തന്നെ അംഗീകരിക്കുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും നമ്മെ, കേരളത്തെ തള്ളിപ്പറയാൻ പലപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന പല മാധ്യമങ്ങളടക്കം കേരളത്തിൻ്റെ പുതുവളർച്ച അംഗീകരിക്കാൻ തയ്യാറാകുന്നു. അതാണ് നിക്ഷേപ സംഗമത്തിൽ നാം കണ്ടത്. ആ നിക്ഷേപ സംഗമം എന്തുകൊണ്ടാണ് ആ രീതിയിൽ വിജയിച്ചു വന്നത്? കേരളത്തിൽ പുതിയ സാഹചര്യം വന്നിരിക്കുന്നു. കേരളത്തിൽ നിക്ഷേപങ്ങൾ നല്ല രീതിയിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ നിക്ഷേപ സൗഹൃദം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ നമ്പർ 1 സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അതെല്ലാവരും അംഗീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വിവിധ കമ്പനികളെത്തുന്നു, വിവിധ നിക്ഷേപകരെത്തുന്നു. അവർ 1.5 ലക്ഷം കോടിയിലധികം ആദ്യഘട്ടത്തിൽ തന്നെ നിക്ഷേപ വാഗ്ദാനം, ഇപ്പോഴത് 1.25 ലക്ഷം കോടി എന്നതിലേക്ക് കടക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു മാറ്റമാണിത് കാണിക്കുന്നത്. ഈ മാറ്റം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ തോതിൽ നിക്ഷേപം സമാഹരിക്കാൻ നമുക്ക് സാധിക്കും. ആ നിക്ഷേപം എന്ന് പറയുന്നത് വിവിധ മേഖലകളിലാണ് വരിക. ആ ഓരോ മേഖലയും നാടിൻ്റെ വികസനത്തിന് വലിയ സംഭാവന ചെയ്യും. നമ്മുടെ നാട്ടിൽ ഈ രീതിയിലുള്ള വൻ നിക്ഷേപങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന തൊഴിൽ സാധ്യതകളുണ്ട്. ആ തൊഴിൽ സാധ്യതകളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ യുവാക്കളിൽ, വിദ്യാർത്ഥികളിൽ
അതിനനുസരിച്ച നൈപുണ്യശേഷി വർദ്ധിപ്പിക്കും. ഇവിടെ ഇതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ തോതിലുള്ള നൈപുണ്യശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. വ്യത്യസ്ത നൈപുണ്യമായിരിക്കും ആവശ്യമായി വരിക, ഒരേ നൈപുണ്യമല്ല. ഏതാണോ നൈപുണ്യം ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള നൈപുണ്യം നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. പഠിച്ച് തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന യുവജനങ്ങളല്ല, പഠിച്ചു തീരുമ്പോൾ തന്നെ ഈ നൈപുണ്യ വികസനം പൂർത്തിയാക്കി തൊഴിലിലേക്ക് കയറുന്ന യുവാക്കളുണ്ടാവുക. അങ്ങനെയൊരു നാടായി കേരളത്തെ മാറ്റുക എന്നതാണ് LDF കാണുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകളാണ് നവകേരള സൃഷ്ടിക്കുള്ള പുതുവഴികൾ എന്ന രേഖ ചർച്ച ചെയ്തുകൊണ്ട് സമ്മേളനം കാര്യമായി എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നാം കാണണം. ഇതൊരു ഭാഗമേ ആകുന്നുള്ളൂ. ഇവിടെ നിക്ഷേപം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നിക്ഷേപങ്ങളാകാം. വലിയ കമ്പനികൾ വരുന്നതാണ് ഒരു ഭാഗം. എന്നാൽ നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മുടെ നാട് നല്ല രീതിയിൽ പ്രവാസികളുള്ളൊരു നാടാണ്. പ്രവാസി സമൂഹം നമ്മുടെ നാടിൻ്റെ കഞ്ഞികുടി ശരിയായ രീതിയിൽ ഉറപ്പിക്കുന്നതിന് വലിയ സഹായം ചെയ്തൊരു വിഭാഗമാണ്. അത് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ സഹോദരങ്ങൾ മണലാരണ്യങ്ങളിലടക്കം ജോലിയെടുത്ത് ഇങ്ങോട്ടയച്ച പണം അവരുടെ കുടുംബങ്ങളിൽ മാത്രമല്ല നാടിൻ്റെ സമ്പദ് വ്യവസ്ഥക്കാണ് പുരോഗതി ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായുള്ള വലിയ മാറ്റമുണ്ട്. ഇന്ന് മാറ്റം വലിയ തോതിലുണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിന് നമ്മുടെ സമൂഹം നൽകിയ സംഭാവനയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം നൽകിയ സംവിധാനമുണ്ട്. നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടിയ ചെറുപ്പക്കാരാണ് ഇന്ന് വിദേശങ്ങളിലേക്ക് പോകുന്നത്. ഏത് സാങ്കേതിക രംഗം പരിശോധിച്ചാലും, അത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളടക്കം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളിയെ കാണാൻ നമുക്ക് സാധിക്കും. എല്ലായിടങ്ങളിലും മലയാളിയുണ്ട്. ഇവിടുന്ന് വിദ്യാഭ്യാസം നേടിപ്പോയവരാണവർ. ആ രീതിയിലുള്ള യോഗ്യത നേടിയ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കഴിയുകയാണ്. ഈ ജോലിയുടെ ഭാഗമായുള്ളത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ലതുപോലെ ബിസിനസ് നടത്തി സമ്പാദ്യമുണ്ടാക്കിയ ഒട്ടേറെ ആളുകളുണ്ട്. ലോകത്തിലെ തന്നെ സമ്പന്നരുടെ പട്ടികയിൽപ്പെട്ട മലയാളികളുണ്ട്. ഇവരുടെയെല്ലാം സമ്പത്ത് നല്ല രീതിയിൽ സ്വന്തം നാട്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അതിന് പ്രോത്സാഹജനകമായ സമീപനം നാം സ്വീകരിക്കേണ്ടതുണ്ട്. ചിലർ ചെയ്യുന്നുണ്ട്, നേരത്തെ തന്നെ ചെയ്തവരുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. വലിയ സമ്പന്നരുടെ കാര്യം മാത്രമല്ല, ഇത്തരം ആളുകളുടെയെല്ലാം കയ്യിൽ അവർ സമാഹരിച്ച വിഭവമുണ്ടാകും. ആ വിഭവശേഷി, അവരുടെ സമ്പത്ത് നല്ല രീതിയിൽ സംസ്ഥാനത്ത് എങ്ങനെ നിക്ഷേപിക്കാൻ പറ്റും, ആ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ നാട് നല്ല ശക്തമായ സഹകരണ മേഖലയുള്ള നാടാണ്. ആ സഹകരണ മേഖലയുടെ സമ്പത്ത് നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. സഹകരണ മേഖലയിൽ നിക്ഷേപവും നല്ലതുപോലെ വർദ്ധിക്കുന്നുണ്ട്. ആ നിക്ഷേപം എങ്ങനെ ഫലപ്രദമായി നാടിൻ്റെ പൊതുവികാസത്തിന് ഉപയോഗിക്കാൻ കഴിയും, ആ കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയുടെ ഫണ്ടടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന നിലയുണ്ടാകും. ചിലപ്പോൾ കാർഷിക രംഗത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ കാർഷിക രംഗത്തെ തന്നെ വലിയ തോതിൽ മാറ്റിമറിച്ചു എന്ന് വരും.
ഇങ്ങനെയുള്ള നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് ആ ഫണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് കാണുന്നത്. നമ്മുടെ നാട് വലിയ സമ്പന്നമായ നാടല്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ആളുകളിൽ അവർ സ്വരൂപിച്ചു വെച്ച സമ്പത്തുണ്ട്. പലതരത്തിലാകാം. ചിലപ്പോൾ സ്വർണമായിട്ട് കിടക്കുന്നതാകാം, ചിലപ്പോൾ ചില നിക്ഷേപം എന്ന തരത്തിൽ കിടക്കുന്നതാകാം. അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് കൃത്യമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞാൽ കൃത്യമായ ധാരണ അവർക്കും വേണം ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള പദ്ധതികൾ നാട്ടിൽ രൂപം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ വെറുതെ കിടക്കുന്ന പണം അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇത് വ്യക്തികളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, ചില പൊതു സംവിധാനങ്ങളിലുണ്ട്, ഒരുപാട് പൊതുസ്ഥാപനങ്ങളുടെ കയ്യിലുണ്ട്. അത്തരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ തോതിലുള്ള വിഭവശേഷി നാടിൻ്റെ വികാസത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആലോചനയിലേക്ക് CPIM കടക്കുന്നത്? നമ്മുടെ നാട് മുന്നോട്ട് പോകണം. നമ്മുടെ നാട് നേരത്തെ പറഞ്ഞ രീതിയിൽ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് ഉയരുക, ഇതാണ് നാം അംഗീകരിച്ച കാഴ്ചപ്പാട്. അതിന് ഈ തരത്തിലുള്ള നടപടികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വിഭവശേഷി ഒരു തടസ്സമായി നിൽക്കരുത്. ആ വിഭവശേഷി തടയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കേരളീയർ ഇതിനെ നേരിടും എന്ന വാശിയോടെ കേരളത്തിൻ്റെ ഭാഗമായുള്ള ഓരോരുത്തരും ഇതിലിടപെടാനും ഈ സമീപനം ശരിയായ രീതിയിൽ വിജയിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതായിരിക്കും നാം നൽകുന്ന മറുപടി. സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ സഹായം തടയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തകർന്നു കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. അത് ഉറപ്പിച്ച് നമ്മുടെ പ്രവൃത്തിയിലൂടെ മറുപടിയായി കാണിക്കണം. നമുക്ക് ഇനിയും വളരണം, ഇനിയും മുന്നോട്ട് പോകണം. കേരളത്തിൻ്റേതായ ശരിയായ കരുത്ത് കാണിക്കാൻ തയ്യാറാവണം. ആ കരുത്തുള്ള ഒരു നാടും ജനതയുമാണ് നമ്മുടേത്. ആ ജനതയെ അതിനെ പ്രാപ്തരാക്കുക, ആ രീതിയിൽ അണിനിരത്തുക എന്നതാണ് ഈ സമ്മേളനം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.